യുദ്ധമാണു വിധം ശാപം, ശാസ്ത്രമേ സത്യമാതാ, ശക്തിയായി ശാന്തിയായി വാഴുക, നിത്യശക്തിയായി ശാന്തിയായി വാഴുക. വികല മാനസങ്ങളുടെ വിളയാട്ടം, അതത്രേ യുദ്ധം. പരിധിയില്ലാത്ത അധികാരം, പക്വതയില്ലാത്ത നേതൃത്വം, ഫലമോ മാനവരാശിയുടെ തന്നെ അരക്ഷിതാവസ്ഥ. സ്വാർത്ഥമോഹിയും സ്വേച്ഛാധിപതിയുമായ ഹിറ്റ്ലർ, കൂട്ടിലെ തന്ത്രശാലിയായ ഹിംലർ, ചെകുത്താന്മാരുടെ ചെകുത്താൻ എന്ന കുപ്രസിദ്ധനായ ഹിറ്റ്ലറുടെ ഭ്രാന്തചിത്രത്തിന്റെ ഭാവനാശില്പങ്ങൾ, ഗ്യാസ് ചേമ്പറും ഗ്ലാസ് ചേമ്പറും. ആ ചെകുത്താൻ കോട്ടകൾക്ക്, അവയുടെ നരകവാതിലുകൾക്ക് എന്തെന്തു കഥകൾ പറയാനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശസ്സുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. കഥ ഗ്ലാസ് ചേമ്പർ. സ്ഥലം ജർമ്മനിയിലെ മ്യൂണിച്ച് സർവകലാശാല. കാലം 1941 ജനുവരി 1. സമയം പ്രഭാതം. ഒരു പുതുവർഷ പുലരി. ചുറ്റിലും തെളിഞ്ഞ പ്രകൃതി, എങ്ങും കിളികളുടെ കടകതാരവും. ഒഴുകിയെത്തുന്ന കുളിർക്കാറ്റിനെ പുത്തൻ പൂങ്ങിൻ തുകിലെടുത്തൊരു പുലരി പെണ്ണെ പെണ്ണെ നഭസിന്റെ തിരുവരങ്ങിൽ തിരി തെളിയിച്ചു. അതെ, എത്ര നയന മനോഹരമായ കാഴ്ച അല്ലേ? ഇളം മന്ദന്മാരുടെ തൂവൽ സ്പർശമേറ്റ് നോറ പതുക്കെ കണ്ടു തുറന്നു. അയ്യോ, സമയം വൈകിയോ? അവൾ ജനൽ കർട്ടൻ പകഞ്ഞു മാറ്റി പുറത്തേക്ക് നോക്കി. ഇല്ല, ക്യാമ്പസ് കോട്ടേഴ്സുകൾ സജീവമാകുന്നേയുള്ളൂ. അവൾക്ക് സമാധാനമായി. മുടിയിഴകൾ മാടി ഒതുക്കവേ അവൾ കിടക്കയിലേക്ക് നോക്കി. ഓസ്റ്റിൻ നല്ല ഉറക്കത്തിലാണ്. സുഖസുഷുപ്തിയിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവഭാവം. ഓസ്റ്റിനെ പരിചയപ്പെടുത്താൻ ഞാനങ്ങ് പറഞ്ഞു. ഓസ്റ്റിൻ വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ സർ ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രഥമ ശിഷ്യൻ. പ്രായം ഏകദേശം 30 വയസ്സ്. മ്യൂണിച്ച് സർവകലാശാലയിലെ ഊർജ്ജതന്ത്രം പ്രൊഫസർ. സുന്ദരൻ, അരോഗതഗാത്രൻ. ഓസ്റ്റിനെ കണ്ടാൽ മോഹിക്കും നാരീ വൃന്ദം സുന്ദരഗാത്രനാകും, മോഹിക്കും നാരീ വൃന്ദം സുന്ദരഗാത്രനാകും. ആ മഹാപ്രതിഭതൻ പത്നിയായി തീരാൻ. പക്ഷേ ആ ഭാഗ്യം ലഭിച്ചത് നോറയ്ക്കാണ് കേട്ടോ. നോറ ഒട്ടും മോശക്കാരിയല്ല. അതേ സർവകലാശാലയിലെ തന്നെ രസതന്ത്രം അധ്യാപിക്കാം. പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ഓസ്റ്റിന്റെ സ്വന്തം സഹകാരി, സുന്ദരിയായ ഒരു ചെറുപ്പൻ യുവതി. ചിന്തയിൽ നാണിക്കുമ സൗമ്യഭാവത്തിൻ മുൻപിൽ വൈഭവമേറും ബുദ്ധിശക്തിയിൽ നൈർമല്യത്തിൽ. സ്വർണ്ണത്തിന് സുഗന്ധം പോലെ അത്രയ്ക്കുണ്ട് അവർ തമ്മിലുള്ള ചേർച്ച. പക്ഷേ ആ വിവാഹബന്ധം പൂവണിയാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. മനപ്പരുത്തം മാത്രം പോരല്ലോ, സമുദായവും സമൂഹവും അംഗീകരിക്കേണ്ടേ. ആര്യവംശജയായ നോറ ഉന്നത കുലജാത. എന്നാൽ ഓസ്റ്റിനോ ചൂതനാണയാൾ. അതെ, ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ജന്മശത്രുവാണയാൾ. ചൂതന്മാർ, ഹിറ്റ്ലറുടെയും ഹിംലറുടെയും ആ ജന്മശത്രുക്കൾ. എന്നിട്ടും ഹിറ്റ്ലർ എതിർത്തില്ല. ഹിംലർ നാസി പട്ടാളമോ എതിർത്തില്ല. അത്ഭുതം, മഹാത്ഭുതം. ആ വിവാഹം മംഗളമായി കഴിഞ്ഞു. മനസ്സൊരു സരസായി മാറി, അതിൽ മോഹമരാളം കളിയാടി. കുട്ടിയൊരുമ്മി തൊട്ടുതലോടി, സ്വപ്നമരാളം നീരാടി. നവ സ്വപ്നമരാളം നീരാടി. സ്ഥലകാലബോധത്തിനപ്പുറം നോറയ്ക്ക് ഓർമ്മയുടെ ദിവസ്പർശം തികച്ചും ഭാഗ്യവതിയാണ്. സ്നേഹസമ്പന്നനായ ഭർത്താവ് തലോലിക്കാൻ, കൊഞ്ചിക്കാൻ ഇളം തളിർ പോലെ ഈവ തന്റെ പ്രിയപുത്രി. കൊച്ചടി പല്ലുകൾ കാട്ടിച്ചിരിക്കുമ്പോൾ വസന്തമാവഴി വന്നു ചേരും. ചാഞ്ചക്കം ചാഞ്ചക്കം കൊഞ്ചിക്കുഴയുമ്പോൾ നെഞ്ചകത്താനന്ദത്തെ തുളുമ്പും.
നോറ ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്നു. അയ്യോ, പുതുവത്സരമല്ലേ, എന്തൊക്കെ ഒരുക്കണം. അവൾ ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു. അതാ വാതിൽ ആരോ മുട്ടുന്നു. വീണ്ടും മുട്ട്. നോറ സന്ദർശക മുറിയിലേക്ക് എത്തി. സന്ദർശക മുറിയുടെ വാതിൽ തുറന്നു. എന്താ വാതിൽ തുറന്നു വന്നൊരു നീചരൂപം പോൽ നേർക്കുനേരായി നോക്കി നിൽപ്പൂ ദുഷ്ടനാം ഹിംലർ. അതെ, ഹിംലർ. തന്ത്രശാലിയായ ഹിറ്റ്ലർക്ക് കുതന്ത്രങ്ങൾ മെനയുന്ന ദുഷ്ടബുദ്ധി. എവിടെ ഹിംലറുണ്ടോ അവിടെ അപായവുമുണ്ട്. ഓസ്റ്റിൻ, അദ്ദേഹത്തിന്റെ പരുക്കൻ ശബ്ദം. അകത്തുണ്ട്, ഉറങ്ങുകയാണ്. ഓസ്റ്റിൻ ഒരു സന്ദേശമുണ്ട്. ഫ്യൂറർക്ക് ഓസ്റ്റിനെ നേരിൽ കാണണമെന്ന്. കൂടിക്കാഴ്ച പുതുതായി പണി കഴിപ്പിച്ച ഗ്ലാസ് ചേമ്പർ. പിന്നെ സമയം മറക്കണ്ട, കൃത്യം 10 മണി. ഒരു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഹിംലർ അവിടെ നിന്നും ചാടിയിറങ്ങി. പരിഭ്രമിച്ചു പോയി നോറ. എന്തിനായിരിക്കാം വിറയ്ക്കുന്ന കൈകളോടെ ആ മുദ്രാങ്കിത സന്ദേശവുമായി നോറ നടന്നു ഓസ്റ്റിന്റെ കിടക്കരികിലേക്ക്. ഓസ്റ്റിൻ ആ സന്ദേശം വാങ്ങി അതിലൂടെ കണ്ണോടിച്ചു. ഇല്ല, മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. എന്നാലും എന്തായിരിക്കാം അതിൽ എഴുതിയിരിക്കുന്നത്? ഓസ്റ്റിൻ, ഓസ്റ്റിൻ, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? അല്പനേരത്തെ മൗനത്തിന് ശേഷം ഓസ്റ്റിൻ തുടർന്നു. എന്റെ ഗുരുനാഥൻ സർ ആൽബർട്ട് ഐൻസ്റ്റീൻ ചെയ്യാൻ വിസമ്മതിച്ചതെന്തോ അത് ഈ ശിഷ്യൻ സാധ്യതമാക്കണമെന്ന്. ആണവ സിദ്ധാന്ത പ്രകാരം ആറ്റം ബോംബ് നിർമ്മിക്കണമെന്ന്. അയ്യോ ഓസ്റ്റിൻ, അങ്ങനെ ചെയ്യുമോ? ഓസ്റ്റിൻ, അങ്ങനെ ചെയ്യുമോ? ഹിറ്റ്ലറുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ ഈശ്വരനായി മാറാം, കോടീശ്വരനായി മാറാം, ഭൗതിക സുഖമായ ജീവിതമേലും ഈശ്വരനായി മാറാം, കോടീശ്വരനായി മാറാം. അങ്ങനെ ചെയ്യുമോ? ഇല്ല നോറ. സാക്ഷാൽ ദൈവം തമ്പുരാൻ കൽപ്പിച്ചറിയാലും ഓസ്റ്റിൻ അത് ചെയ്യില്ല. കാരണം ശാസ്ത്രമെന്നാൽ ജ്ഞാനമല്ലേ, ജ്ഞാനമെന്നാൽ സത്യമല്ലേ, സത്യമില്ലെങ്കിൽ സ്നേഹമില്ല, സ്നേഹമില്ലെങ്കിൽ ഈ വിശ്വമില്ല. സമാധാനമായി. ഈ അഗ്നി പരീക്ഷയിൽ നിന്ന് തന്റെ പ്രാണേശ്വരനെ രക്ഷിക്കണം. അവൻ തീരുമാനിച്ചു ഓസ്റ്റിൻ ജർമ്മനി വിടുക. അതെ ഓസ്റ്റിൻ, അങ്ങേ പാരീസ് സർവകലാശാല കാത്തിരിക്കുകയാണ്. അങ്ങ് പെട്ടെന്ന് തന്നെ ജർമ്മനി വിടണം. ഓസ്റ്റിൻ, ജർമ്മനി വിടണം. ഇന്നലെ നിന്നെയും കുഞ്ഞിനെയും തരിച്ചാക്കി എനിക്ക് എങ്ങും പോകാൻ കഴിയില്ല. ഓസ്റ്റിൻ, എൻ്റെ ഈ കുഞ്ഞിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങ് ജർമ്മനി വിടണം. മനസ്സോടെയാണെങ്കിലും ഓസ്റ്റിൻ സമ്മതം കൂടി. താങ്ങും തണലുമായി മേലിയ നാഥനെ കുഞ്ഞലോടാ തന്നെ യാത്രയാക്കി. ഒത്തിരി ദുഃഖവും ഒത്തിരി ഭീതിയും നെഞ്ചകത്തജ്ഞാത നൊമ്പരവും. അതാ ഓസ്റ്റിൻ കയറിയ വാഹനം അവിടെ നിന്ന് മെല്ലെ ഇഴഞ്ഞു നീങ്ങി. നാഴികമണികൾ ശബ്ദിച്ചു. അതാ ചീറിപ്പാൻ വരുന്നു ഹിംലറുടെ പട്ടാള വണ്ടി. നോറ പേടിച്ചു വിറച്ച് ആ പടിവാതിൽക്കൽ തന്നെ നിന്നു. പടിവാതിൽക്കൽ നിൽക്കുന്ന നോറയെ തള്ളി മാറ്റി ഹിംലർ അകത്തളങ്ങളിലേക്ക് പോയി. ഒപ്പം കുറെ അനുചരന്മാരും. അവരുടെ ഇരുമ്പ് ബൂട്ട്സിന്റെ ശബ്ദം നോറയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഹിംലർ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു വന്നു. രക്ഷപ്പെട്ടു അല്ലേ? ആ അലർച്ചയിൽ നോറയുടെ ഒക്കത്തുണ്ടായിരുന്ന ഇവ പേടിച്ച് കരയാൻ തുടങ്ങി. ഞൊടിയിടയിൽ പ്രിയപ്പെട്ടവരെ, ഹിംലറുടെ ഭാവം മാറി. ആ കുഞ്ഞിനെ അയാൾ വലിച്ചെടുത്തു. ഒരു കടൽ മീനിനെ വലിച്ചെറിയുന്ന ലാഘവത്തോടെ ആ കുഞ്ഞിനെ അവൾ തലകീഴായി തൂക്കി പട്ടാള വണ്ടിയിലേക്ക് വലിച്ചെറിയത്. ഭയന്നു പോയി നോറ. അതാ സ്വസ്തിക് ചിഹ്നം അടയാളപ്പെടുത്തിയ പട്ടാള വണ്ടി അവിടെ നിന്നും അതിവേഗത്തിൽ അപ്രത്യക്ഷമായി. ഹിന്ദികൾ ചെയ്യണ്ടു തമ്പുരാനേ, അവരുടെ പാദം
അവൾക്ക് കാലുകൾ കുഴയുന്നു, തല ചുറ്റുന്നത് പോലെ. നോറ പ്രജ്ഞയറ്റ് നിലത്ത് വീണു. നോറയെ ചോദ്യം ചെയ്യാനുള്ള സമയമായി. ഹിറ്റ്ലർ അവിടെ എത്തി. ഗ്ലാസ് ചേമ്പറിന്റെ മുന്നിൽ പൂഴിമണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന നോറയുടെ പ്രജ്ഞയറ്റ ശരീരം, രക്തത്തിൽ കുടിച്ചു കിടക്കുന്ന ആ മൃത ശരീരത്തിൽ നിന്നും അമ്മിന്റെ പലാസ്തിയോടെ കുടിക്കുന്ന പാവം കുഞ്ഞ്. അതേ പ്രിയപ്പെട്ടവരെ, അന്നാദ്യമായി ആ നരാധമന്റെ ശിരസ്സു താണു. ഒരമ്മയുടെ